തിരൂർ ജനമൈത്രി പോലീസും തീരദേശ സമാധാന കമ്മിറ്റിയും ചേർന്ന് കൂട്ടായിലെ വോളി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വോളിബോൾ ടൂർണമെന്റ് നടത്തി. കൂട്ടായിലെ ഇസ്മായിൽ നഗർ ഗ്രൗണ്ടിൽ വെച്ചാണ് ഫ്ലഡ് ലൈറ്റ് വൺഡേ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ജില്ലയിലെ പ്രമുഖ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. തിരൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന് ഉദ്ഘാടന പരിപാടി മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റംല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വോളി കൂട്ടായ്മയുടെ പ്രസിഡന്റ് അൻവർ സൈൻ സ്വാഗതവും ബ്ലോക്ക് മെമ്പർ ഹനീഫ മാസ്റ്റർ മുഖ്യാതിഥിയായി ചടങ്ങ് നടന്നു. ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് മംഗലം ഗഫൂർ, സലാം താണിക്കാട്, CMD സീതി, തെസ്നി കമറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ഫർഷാദ് CV നന്ദി പ്രസംഗം നടത്തി. വോളിബോളിനെ കൂട്ടായിൽ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തിയ സുകുമാരൻ മാസ്റ്റർക്ക് നാടിന്റെ സ്നേഹാദരവ് തിരൂർ SI നസീർ തിരൂർക്കാട് നൽകി ആദരിച്ചു. ടൂർണമെന്റിൽ വിജയ് ഒന്നാം സ്ഥാനം നേടിയ PFA പോളിശ്ശേരിക്ക് ട്രോഫിയും പ്രൈസ് മണിയും തിരൂർ SI നസീർ തിരൂർക്കാടും, രണ്ടാം സ്ഥാനം നേടിയ ഡോട്ട് പരപ്പനങ്ങാടിക്കുള്ള ട്രോഫിയും പ്രൈസ് മണിയും വോളി കൂട്ടായ്മയുടെ പ്രവർത്തകരും നൽകി. വോളി കൂട്ടായ്മയുടെ പ്രവർത്തകരായ അക്ബർ ബാബു, അബ്ദുൽ കാസിം, മൻസൂർ, നൌഫൽ, സക്കീർ, നസറു, തബ്ഷീർ, ഷുഹൈബ്, സൈഫുദ്ദീൻ എന്നിവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം ടൂർണമെന്റിനെ മികച്ച നിലവാരത്തിലേക്ക് എത്തിച്ചു. വരും ദിവസങ്ങളിൽ ജനമൈത്രി പോലീസ് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ജനമൈത്രി പോലീസ് കോർഡിനേറ്ററായ SI നസീർ തിരൂർക്കാട് അറിയിച്ചു. ന്യൂസ് 19. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE.